ബിനാമി അനധികൃത വായ്പകൾക്ക് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കമ്മീഷൻ കൈപ്പറ്റിയെന്ന പരാതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കൂടുതൽ സഹകരണ ബാങ്കുകളിലേക്ക്. ഇതിൽ കൂടുതലും CPM നിയന്ത്രണത്തിലുള്ള ബാങ്കുകളാണ്. കരിവന്നൂരിൽ നിന്ന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് EDയുടെ നീക്കം. കേരളത്തിലെ സഹകരണത്തിൽ ശുദ്ധികലശത്തിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിക്കുന്നത്. കരിവന്നൂരിൽ കൂടുതൽ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതും പരിഗണനയിലുണ്ട്. സഹകരണ ബാങ്കിലെ സ്വർണലേലം ക്രമക്കേടിലും ED അന്വേഷണം നടത്തും. യഥാർത്ഥ മൂല്യത്തിലും കുറച്ചു സ്വർണം ലേലം ചെയ്തുള്ള കമ്മീഷൻ ഇടപാടുകൾ ബാങ്കുകളിൽ നടന്നിട്ടുണ്ട്. EDയെ BJP ദുരുപയോഗം ചെയ്യുന്നുവെന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിമർശനവുമുണ്ട്. ഇങ്ങനെ CPM വിമർശനം ഉന്നയിക്കുമ്പോഴാണ് കൂടുതൽ ബാങ്കുകളിലേക്ക് ED അന്വേഷണം കടുപ്പിക്കുന്നത്. തൃശൂരിലെ കരിവന്നൂരിലേതിന് സമാനമായി മറ്റു പല സഹകരണ ബാങ്കുകളിലും അനധികൃത വായ്പകൾ തരപ്പെടുത്തി നൽകി കോടികൾ സംഭാവന കൈപ്പറ്റിയെന്ന പരാതികൾ EDക്ക് മുന്നിലുണ്ട്. ഇതും ഗൗരവത്തോടെ എടുക്കും. കരിവന്നൂരിന് പുറമെ 12 സഹകരണ ബാങ്കുകളിൽ കൂടി നിയമലംഘനം നടന്നതായി ED കണ്ടെത്തിയിരുന്നു. 8 ബാങ്കുകൾ അന്വേഷണം നേരിടുന്നുമുണ്ട്. ഇവിടെ കൂടുതൽ ശ്രദ്ധ ED കേന്ദ്രീകരിക്കും. സ്വർണ വായ്പയടക്കം നൽകുന്നതിൽ വലിയ തട്ടിപ്പുണ്ടായി എന്നാണ് EDയുടെ നിഗമനം. ഇതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കും. അതേസമയം കരിവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടിന്റെ പേരിൽ ED പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും സ്ഥലം കണ്ടുകെട്ടിയതും സ്ഥിരീകരിച്ച CPM പൊറുത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിനായി വാങ്ങിയ 4.66 സെന്റ് സ്ഥലവും വർഷങ്ങൾ പഴക്കമുള്ള 2 സ്ഥിര നിക്ഷേപങ്ങളും മരവിപ്പിച്ചുവെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ സമ്മതിച്ചു. ED നടപടിയിൽ ഇതാദ്യമായാണ് CPMന്റെ പ്രതികരണം വരുന്നത്. കാര്യങ്ങൾ അറിയില്ല എന്നായിരുന്നു നേരത്തെ ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചിരുന്നത്. ED നടപടിയെ നിയമപരമായി നേരിടുമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കിയത്. കേന്ദ്ര ഏജൻസികളെ BJP ദുരുപയോഗം ചെയ്യുകയാണ്. ക്രമക്കേട് നടത്തിയ ചിലരെ മാപ്പുസാക്ഷിയാക്കി അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് CPM വിരുദ്ധ രാഷ്ട്രീയം കളിക്കുകയാണ്. രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. CPMന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചും 4 സെന്റ് സ്ഥലം കണ്ടുകെട്ടിയത് അനാവശ്യ നടപടിയാണ്. ഇലക്ട്രൽ ബോണ്ടിനെതിരെ ശക്തമായ നിലപാടെടുത്തതുകൊണ്ടാണ് CPMനെ വേട്ടയാടുന്നത്. കൊടകര കുഴൽപ്പണ കേസും കൊടുങ്ങല്ലൂരിലെ കള്ളനോട്ടടിയും ഒന്നും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല. 2 കേസിലും സംസ്ഥാന പോലീസ് ഔദ്യോഗികമായി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതികൾ BJPക്കാർ ആയതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ ഈ കേസുകൾ അന്വേഷിക്കാത്തത് എന്നും CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിലൂടെ ആരോപിക്കുന്നു. CPMന്റെ ആയിരക്കണക്കിന് ബ്രാഞ്ചിനും ഏരിയയ്ക്കും സ്വന്തം ഭൂമിയും കെട്ടിടവുമുണ്ട്. ഏത് ബ്രാഞ്ച് ഭൂമി വാങ്ങിയാലും CPM ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യുക എന്നും അദ്ദേഹം വ്യക്തമാക്കി. തെറ്റായ നിലപാടിനെ CPM അംഗീകരിക്കില്ല എന്നും ഒന്നും കണ്ടുകെട്ടാനാകില്ലെന്നും ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി കെട്ടിടം ജനങ്ങളുടെ ഫണ്ടിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതാദ്യമായിട്ടാണ് ED നടപടിയിൽ CPM പ്രതികരിക്കുന്നത്.